വി.ഡി. സതീശനെ കൊണ്ടുവന്നത് തന്നെ കെ.സി. വേണുഗോപാലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ചിലപ്പോ വി.ഡി. സതീശൻ മാറുമായിരിക്കും. വി.ഡി. സതീശൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വി.ഡി. സതീശനെ. കോളേജിൽ വെച്ച് ഞാൻ അറിയുന്നതാണ്. ജനങ്ങളുടെ അഭിപ്രായം, അമ്മമാരുടെ അഭിപ്രായം വി.ഡി. സതീശനാകണം എന്നാണ് എന്റെ അഭിപ്രായം. മുഖ്യമന്ത്രി സതീശനാകേണ്ടതാണ്. അദ്ദേഹത്തിന്റെ അധ്വാനാണ്. സതീശൻ തന്നെ ആകണമെന്നല്ല. ഇത്ര നേട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന പുള്ളിയാണ് കോൺഗ്രസ്. അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ്. എല്ലാം മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ കെ.സി. വേണുഗോപാലിന് ഇവിടെ ചാടി വീഴേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നല്ലോ. അപ്പൊ യു.ഡി.എഫിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരായിരിക്കും കേരളത്തിന് മുഖ്യമന്ത്രി ആവുന്നത്? ചേട്ടന്റെ അഭിപ്രായം എന്താ? അത് പലർക്കും പല അഭിപ്രായമാണല്ലോ. നിലവിലിപ്പോ 3 പേരാണ് ഉള്ളത്. വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാല്, ചെന്നിത്തല. ഇതിൽ ആരാവണമെന്നാണ് ചേട്ടന്റെ ഒരു അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ വി.ഡി. സതീശൻ വന്നേ പിന്നെയാണ് നമുക്ക് ഈ മാറ്റങ്ങൾ വന്നതും ഇത്തരം ഭൂരിപക്ഷം നേടാനും പറ്റിയത്. അപ്പൊ വി.ഡി. സതീശൻ തന്നെ വന്നോന്നാണ് എന്റെ ആഗ്രഹം. വി.ഡി. സതീശൻ തന്നെയാവേണ്ടത്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലേ? പുള്ളി പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും അല്ല വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. വെട്ടി തുറന്ന് പറയുന്നത് കൊണ്ടാണ് അദ്ദേഹം നല്ലതാണ്. കാരണം നല്ല കാര്യം പുള്ളി പറയുള്ളൂ, നല്ല കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതുകൊണ്ട് നല്ല അഭിപ്രായം ഞാൻ പറയുള്ളൂ. അത്രേ ഉള്ളൂ. എന്താ വേണുഗോപാലാകണമെന്ന് പറഞ്ഞതിന്റെ കാരണം? വേണുഗോപാലിന് ഡൽഹിയിലെ എല്ലാ സ്ഥലത്തും നല്ല പിടുത്തമൊക്കെ ഉള്ള ഒരാളാണ്. സതീശൻ എന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കണ്ടമാനം ആൾക്കാരെ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അയാളായിരിക്കണം എന്നുള്ളത്. പക്ഷേ കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം ഇലക്ഷന് പങ്കെടുത്ത ഇലക്ഷൻ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടല്ലോ. പക്ഷെ അതല്ല, ഇലക്ഷന് പങ്കെടുക്കുന്നതിന് മുമ്പ് വേണുഗോപാൽ അങ്ങനെ വന്നിട്ടില്ലെങ്കിലും സതീശന് ഇവിടെ കേരളത്തിൽ മാത്രമാണ്. അയാൾ അതല്ല, ഡൽഹിയിലും എല്ലാ സ്ഥലത്തുമായിട്ടും ഭയങ്കര ബന്ധങ്ങളുള്ള വേണുഗോപാൽ. സതീശനൊക്കെ ഗൗരവം കയറുന്ന ആളാണ്. വേണുഗോപാലിന് അത് ഉണ്ടാവില്ല. ഉള്ള കാര്യം തുറന്നു പറയുന്ന കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്നത് വി.ഡി. സതീശൻ. അതുകൊണ്ട് നല്ലൊരു മന്ത്രിയാവണമെന്ന് ഞാൻ പറയുന്നത്. മന്ത്രിയാവണം, അല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആവണമെന്നാണ് ചേട്ടന്റെ അഭിപ്രായം. നല്ലൊരു മുഖ്യമന്ത്രി ആകണം. എൻ്റെ അഭിപ്രായത്തില് വി.ഡി. സതീശൻ ആകണം. പക്ഷേ കെ.സി. വേണുഗോപാലിന് ഹൈക്കമാൻഡിൽ പിടുത്തമുള്ള കാരണം ആ പുള്ളി ഇങ്ങോട്ടേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഹൈക്കമാൻഡാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെ.സി. വേണുഗോപാലിനായിരിക്കും ചാൻസ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വി.ഡി. സതീശനെ കൊണ്ടുവന്നത് തന്നെ കെ.സി. വേണുഗോപാലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ വി.ഡി. സതീശൻ മാറുമായിരിക്കും, കെ.സി. വേണുഗോപാലിനെ ആക്കുമായിരിക്കും. എന്നാലും കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ വി.ഡി. സതീശനായിരിക്കും. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? വി.ഡി. സതീശൻ എന്ന് വെച്ചാൽ പുള്ളിയുടെ അത്രയും ഒരു ജനകീയ മുഖം ഈ അടുത്ത കാലത്ത് കോൺഗ്രസ്സിലില്ല. പുള്ളിയായിട്ട് ഇടപെട്ട കാര്യങ്ങളായാലും പുള്ളി ഓരോ കാര്യങ്ങളിൽ ചേർന്ന് അതിനെ ആ ഒരു ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ആ ഒരു കഴിവെന്ന് പറയുന്നത് അയാളെ പോലെ വി.ഡി. സതീശന് മാത്രമാണ്. അത് മാത്രമല്ല, കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം മത്സരത്തിന് നിന്നിട്ടുള്ള ഒരാളല്ലോ. അത് മാത്രമല്ല, വേറെ രണ്ട് പുള്ളിക്ക് ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി MP കൂടിയാണ്. അപ്പൊ MP ഉള്ളവർ ഇങ്ങോട്ട് വരണ്ടെന്നുള്ള ഒരു തീരുമാനമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കെ.സി. വേണുഗോപാലിന് ഇവിടെ ചാടി വീഴേണ്ട കാര്യമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, പുള്ളിക്ക് ഹൈക്കമാൻഡിൽ പിടുത്തമുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളി ഇങ്ങോട്ടേക്ക് വരാനുള്ള ചാൻസും ഉണ്ട്. ചെന്നിത്തല പുള്ളി ആയി കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് അവസാനിപ്പിച്ചോളും. വീണ്ടും പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരില്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ LDF തിരിച്ചു വരണം എന്നാണോ? LDF തിരിച്ച് വീണ്ടും വരണമെന്നുള്ള ആഗ്രഹക്കാരനാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം ഇപ്പം ഈ ഭരണം ഒന്നും മോശം ഉണ്ടായില്ല. പിന്നെ ആ മുഖ്യമന്ത്രിയുടെ ഒരു അനാസ്ഥ കുറവുകൊണ്ടാണ് ഈ ഇത്രയും കുറഞ്ഞു പോയത്, വോട്ട് ഇല്ലാതെ ആയിപ്പോയത്. ഇത് എങ്ങനെയാ വെച്ചാൽ പുള്ളിക്ക് ആധിപത്യമായിട്ടുള്ള രീതിയിൽ നീങ്ങി. അതുകൊണ്ട് ധർമ്മടത്തൊക്കെ 7ാം റൗണ്ടിലാണ് പുള്ളി 1558 വോട്ടിന് ലീഡ് വന്നത്. അതിക്ക് മുമ്പൊക്കെ അടിയിലല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ കൊണ്ടാണ് അത് മോശമായി പോയത്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വി.ഡി. സതീശനെ. പ്രതിപക്ഷ നേതാവായതുകൊണ്ടും പിന്നെ അയാൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കോൺഗ്രസിനെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ, UDFിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും മെഹനത്തിയായിട്ടുള്ള ഒരാളാണ് വി.ഡി. സതീശൻ. എൻ്റെ വിശ്വാസം. തേവര കോളേജിലാണ് ഞാനും പഠിച്ചത്, സേക്രട്ടറി കോളേജിലാണ് ഞാനും പഠിച്ചത്. അവിടെയാണ് വി.ഡി. സതീശൻ പഠിച്ചത്. അതുകൊണ്ട് മാത്രമല്ല, അന്നേ മുതലേ വി.ഡി. സതീശൻ നല്ലൊരു നേതാവാണ്, നല്ലൊരു പ്രവർത്തകനാണ്. കോളേജിൽ വെച്ച് ഞാൻ അറിയുന്നതാണ്. രാഷ്ട്രീയത്തിൽ സജീവമായ ഒരു വ്യക്തിത്വമാണ്. പണ്ട് മുതലേ, ചെറുപ്പം മുതലേ. ഞാൻ 84 അവിടുന്ന് പാസ്സായി വന്നത് തേവര കോളേജിൽ നിന്ന്. അപ്പോൾ സതീശൻ അവിടെ ഉണ്ട്. അന്നേരം കോളേജിലും നല്ലൊരു മുൻപിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു UDFിൻ്റെ. ഇപ്പോഴും മാറാത്ത UDFിൻ്റെ ഒരു നല്ല പ്രവർത്തനം. ഞാൻ അദ്ദേഹത്തെ പ്രിഫർ ചെയ്യണത്. നമ്മൾ 0 നിന്ന് വന്നേക്കുന്നത് അത് 102 വെക്കുന്നത് എൻ്റെ അഭിപ്രായം, ദൈവത്തിൻ്റെ അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായം, അമ്മമാരുടെ അഭിപ്രായം വി.ഡി. സതീശൻ അല്ല. പുള്ളിയാണ് കഷ്ടപ്പെട്ടത്, പുള്ളിക്കാണ് കൊടുക്കേണ്ടത്. നിയമപരമായിട്ടും
കൊടുക്കേണ്ടത്. ദൈവത്തിൻ്റെ പുള്ളിക്കാണ് കൊടുക്കേണ്ടത്. തോറ്റുപോയ കഴിഞ്ഞാൽ പുള്ളിയൊന്നും ഒന്നുമല്ല. എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ഇന്നും UDF അല്ല, ഞാനൊരു ഇടതുപക്ഷ വിശ്വാസിയാണ്. UDF ജയിച്ചു, നല്ലൊരു ഭൂരിപക്ഷം വിജയിച്ചു. ഇടതിൻ്റെ ശരിക്കും വോട്ടുകളൊക്കെ അങ്ങോട്ട് ചേർന്ന് നല്ലൊരു വിജയം UDFന് വന്നിട്ടുണ്ട്. ഇടതിൻ്റെ ഒരു 3/4 ഭാഗം വോട്ട്, ഒരു 90% വോട്ടുകൾ എങ്ങനെയാലും വന്നിട്ടുണ്ട്. അപ്പോൾ UDFൽ നിങ്ങൾ ചോദിച്ച മുഖ്യമന്ത്രിയായിട്ട് 3 പേരിൽ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ VD സതീശനാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അവരുടെ ഹൈക്കമാൻഡും കാര്യങ്ങളാണല്ലോ, അവർ ഇപ്പോഴും അന്നും ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൊട്ട് ഗ്രൂപ്പ് കളി തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കൂടുതൽ വർക്ക് ചെയ്തത് മറ്റേ VD സതീശനാണല്ലോ. മറ്റേ ഇവിടെ 100 സീറ്റ് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ്, അപ്പോൾ VD സതീശൻ അത് പറഞ്ഞ പോലെ ഇവിടെ കിട്ടുകയും ചെയ്തു. അപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആവണമാണ് നല്ലതെന്നാണ്, അത് പുള്ളിക്കാണ് അതിന് യോഗ്യത എന്നാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി സതീശനാകേണ്ടതാണ്. VD സതീശനാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അധ്വാനാണ് 90% ഇപ്പോൾ വന്നേക്കണേ എന്ന് പറഞ്ഞ് മറ്റവരാരും ഒന്നും ചെയ്തില്ലെന്നല്ല, അദ്ദേഹത്തിന് തന്നെ കൊടുക്കണം എന്നുള്ള അഭിപ്രായം. VD സതീശൻ അതെന്താ VD സതീശനാവാൻ താല്പര്യം? ജയിക്കുന്നതിന് മുമ്പ് കേറ്റാബിസിൽ ഇത് പൈസ മേടിക്കാണ്ട് ഇത് തരാമെന്നൊക്കെ പറഞ്ഞിരുന്നാണല്ലോ. ഞങ്ങളുടെ അവിടെയൊക്കെ വന്ന് നല്ല പ്രാധാന്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആവാൻ താല്പര്യം അല്ലേ? അത് ജനകീയ നേതാവ്, അതുപോലെ തന്നെ നീതിക്കും സത്യത്തിനും വേണ്ടി നേരാവായ കെ മുരളീധരനെ പ്രധാന നേരായ സഞ്ചരിക്കുന്ന നേതാവ്. മറ്റു നേതാക്കൾ നേരല്ലെന്നല്ല എങ്കിലും പറയാൻ പറ്റില്ല. കാരണം ഇത്ര നേരങ്ങൾ ഇലക്ഷൻ്റെ തിരക്കായി കോൺഗ്രസ്സുകാരനും ഇപ്പോൾ വന്നപ്പോൾ ഞാനെന്ന് ഇത് തന്നെ മദ്രാസിലും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സതീശൻ തന്നെ ആകണേ നല്ലത്. സതീശനാവണമെന്ന് പറയാൻ കാരണം എന്താ? അദ്ദേഹം പ്രതിപക്ഷ നേതാവായതുകൊണ്ടാണ്? അല്ലല്ല, പ്രതിപക്ഷ നേതാവ് കൊണ്ടിട്ടല്ല. കാരണം പ്രവർത്തനങ്ങൾ, ഓരോരുത്തരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടിട്ടാണല്ലോ ഓരോ പ്രതിനിധികളെയൊക്കെ തിരഞ്ഞെടുക്കുന്നതും വോട്ടായിട്ട് ജനിക്കുന്നതും. അപ്പം അത് കാരണം കൊണ്ടിട്ട് അങ്ങനെയുള്ളൊരു രീതി ഉള്ള രീതിയിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ. VD സതീശന്റെ പ്രവൃത്തി മേഖല സജീവമായതുകൊണ്ട് തന്നെയാണ്. അതെ അതുകൊണ്ടിട്ടാണ് പുള്ളി ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ സാധ്യത. അപ്പൊ ആ ഒരു പ്രവർത്തനത്തിന്റെ ആ ഒരു ശക്തി കൊണ്ടിട്ടാണല്ലോ ഈ ജനങ്ങള് അതേപോലെ തന്നെ പുള്ളിനെ അങ്ങനെ പിന്നെ അവരിക്കട തീരുമാനം. കാരണം നമ്മൾ ആരാകണമെന്ന് ആരെയാണെന്ന് നമുക്ക് പറയാനൊരു ഇതുമില്ല. മുഖ്യമന്ത്രി VD സതീശനാണെന്നാണ്. എന്താ അങ്ങനെ ഒരു അഭിപ്രായം? പുള്ളിയാണ് ഈ ഇത്ര നേട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന പുള്ളിയാണ് കോൺഗ്രസിൽ. പുള്ളി തന്നെ ആവണമെന്നാണ്. കൈക്കൂലി കൊടുക്കുന്ന വാർദ്ധക്യ പെൻഷൻ കൈക്കൂലി കൊടുക്കുന്ന ആളാണോ വരേണ്ടത്? ഇതില് മിക്കവാറും ഭരണം താഴെ പോകാ. 3 വർഷത്തേക്കല്ലേ ഉള്ളൂ. അതിൽ കൂടുതൽ അവർ ഭരണം മുന്നോട്ട് പോകില്ല. 3 കൊല്ലത്തേക്കേ ഉള്ളൂ. അല്ലെങ്കിലും പാർലമെന്റ് ഇലക്ഷൻ ഇതിനൊരുകൂടെ ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ ഇലക്ഷൻ നടക്കും. എൻ്റെ ഇതിൽ വെച്ചാൽ VD സതീശനാവുക ബെറ്റർ. എറണാകുളം ജില്ലയിലുള്ള പുള്ളിയാണ് പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തത്. അല്ലാണ്ട് വെറുതെ അവിടെ ജില്ലക്കാരനായതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമല്ല, പുള്ളി പ്രവർത്തിക്കുകയും ചെയ്തുല്ലോ, അതുകൊണ്ട് മാത്രമാണ്. ആരായാലും കുഴപ്പമില്ല, നല്ല ആൾക്കാർ ഭരിച്ചാൽ മതി. നല്ല ഭരണം കാഴ്ചവെക്കണം. അതാണ് നിങ്ങളുടെ യുവാക്കളുടെ അഭിപ്രായം അല്ലേ? VD സതീശനായിരിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. എറണാകുളം ജില്ലക്കാരനായതുകൊണ്ടാണോ? അതുകൊണ്ടല്ല, അല്ലാണ്ട് തന്നെ. അല്ലാതെ തന്നെ അതെന്താ പ്രത്യേകിച്ച്? അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ്. എല്ലാം മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാവും. അതെന്താ ചെന്നിത്തല വരണമെന്ന് പറഞ്ഞത്? അതാണ് ഇച്ചിരി കൂടി നല്ലതായിട്ട് പ്രവർത്തനമൊക്കെ ഉള്ളത്. നല്ല പ്രവർത്തനം ആയതുകൊണ്ടാണോ? നല്ല ഇതായിട്ട് പോണത് എനിക്കിഷ്ടം അതാണ്. അതെ, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്.